ഗേസ് ഞാനിന്ന് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ലെറ്റ്സ് പ്ലേ ആണ്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് പ്ലേ എന്ന് എഴുതി കൊടുക്കാം. അവിടെ ഗേസ് നമ്മൾ ലെറ്റ്സ് പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഹാർഡ് വേണം നോർമലാണോ? തൽക്കാലം നമുക്ക് നോർമലാണ് നല്ലത്. എന്നിട്ട് അടുത്ത ലെറ്റ്സ് പ്ലേ നമുക്ക് ഹാർഡ് എടുക്കാം. പിന്നെ ഹാർഡ് കോർ വന്നിട്ടുണ്ട് കേട്ടോ, അതിനൊക്കെ അറിയിക്കും. പിന്നെ ഈ വേർഷൻ എന്ന് വെച്ചാൽ 1.21.17 ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് മാറ്റാണ്ടോ. മൾട്ടിപ്ലെയർ അല്ല, സിംഗിൾ പ്ലെയർ ആണ്. മൾട്ടിപ്ലെയർ നമ്മൾ ഓഫായി കളഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്. നമുക്ക് എന്തായാലും കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ ഓണാക്കണം. കോർഡിനേറ്റ്സ് ഓണാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി എന്തായാലും ഇതാണ് സീഡ്, ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ വേൾഡ് ആണ്. ഇതാണ് നമ്മുടെ സീഡ്. ഇത് ഞാൻ വെറുതെ റാൻഡമായിട്ട് ചൂസ് ചെയ്ത് തന്നെയാണ്. ഒരാടിൻ്റെ കൂടെ ഞാൻ അടിച്ചങ്ങ് ലാസ്റ്റ് അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് തുടങ്ങണമെന്നാണ് ഇത്. സ്റ്റാർട്ടർ ബേസ് ആൻഡ് നമ്മളെ സ്കിൻ ഇതായിരിക്കും ഇനി മുതൽ. ഇപ്പോൾ നമ്മളെ ലോഗോ അതേപോലെ തന്നെ നമ്മളെ സ്കിന്ന് ഇതാണ്. ഓക്കെ, പിന്നെ മൈൻക്രാഫ്റ്റ് കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ ഗ്രാസൊക്കെ നോക്ക്. ഗ്രാസിൻ്റെ അത് ടെസ്റ്റ് കേട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ മുകളിൽ കുറേ മറ്റേ പൂവാണ് ഇല്ലേ, നിലത്ത് നമുക്ക് ഡെക്കറേഷൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ആടിനൊക്കെ അടിച്ചു കൊള്ളണം. പിന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോരോ പാർട്ടിക്കിൾസൊക്കെ പോവും. അതാ കണ്ട, ഇതാണ് സാധനം. ഇത് നമുക്ക് ഡൈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ വരുന്നത്. നിലത്ത് മറ്റേ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണിച്ച് അങ്ങനെ ആവുന്നതാണ്. അതെന്ന് വെച്ചാൽ അധികം ഓവറായിപ്പോയാൽ പിന്നെ വൃത്തികേടായിപ്പോൾ. പിന്നെ കോഴിൻ്റെയും പശുവിൻ്റെയും പന്നീൻ്റെയും ഒക്കെ ഷെയ്ഡർ മറ്റേ ഇത് ടെക്സ്ചർ പാക്ക് മാറിയിട്ടുണ്ട്. സ്കിന്ന് അവരവരുടെ ബയോമിൽ ഓരോരോ പോലെ. പിന്നെ വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. പിന്നെ പുതിയൊരു മോബ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഈ അപ്ഡേറ്റിൽ വന്ന് ഈ അപ്ഡേറ്റിന് മുന്നുള്ള അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇതായാലും കഴിഞ്ഞിട്ടൊരു വേറെ അപ്ഡേറ്റാണ് ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് ആടിനെ അടിച്ചു എന്ന് കുറച്ച് മരം മുറിച്ച് അത്ര തന്നെ. നമുക്ക് എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. പിന്നെ എന്തായാലും ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റണം. ഇതൊരു എൻഡറായനെ കൊല്ലുന്നതിലെ മാത്രം ആക്കണമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാക്കണോ, അതും കഴിഞ്ഞിട്ട് എപ്പിസോഡ് ഇടണോ എന്നുള്ള നമ്മൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയിക്കാം. ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. കഴിഞ്ഞ് എന്തായാലും സ്റ്റോണൊക്കെ മൈൻ ചെയ്തിട്ട് ഞാൻ വരാം. ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഒരു ഐക്കൺ കാണുന്നില്ല ഏറ്റവും മുകളിലൊരു കണ്ണിൻ്റെ. ഞാൻ ഡൗൺലോഡ് ചെയ്ത മോഡല്ല, അത് ഒഫീഷ്യലായിട്ട് മൈൻക്രാഫ്റ്റ് തന്നെ തന്ന മറ്റേ തന്നെ തന്നതാണ്. പിന്നെ താഴെ മറ്റേ ഇൻവെൻട്രീൻ്റെ സൈഡിലും ഒരു ബട്ടൺ കാണാം. ഐൻ്റെ ബട്ടൺ എന്ന് വെച്ചാൽ മറ്റേ ക്യാമറ പൊസിഷൻ മാറ്റുന്ന ബട്ടൺ എന്ന് വെച്ചാൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ആവശ്യമായ ബട്ടൺസാണ്. പിന്നെ താഴെയുള്ളത് മറ്റേ പിക്ക് ചെയ്യുന്ന മറ്റേ ഒരു സാധനം. നമ്മൾ അതിന്മേൽ ഞെക്കിയിട്ട് ഏതെങ്കിലും ബ്ലോക്ക് പിക്ക് ചെയ്ത് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഇൻവെൻട്രീൻ്റെ അകത്തിൻ്റെ നമ്മൾ മറ്റേ കയ്യിലുള്ള സ്ലോട്ടിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും സ്റ്റോണൊക്കെ മൈൻ ചെയ്തിട്ടാണ്. ഗൈസ്, ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഗൈസ് ഇവിടെ എമറാൾഡ്. ഈ ഷെയ്ഡർ പാക്ക് നമ്മൾ ചതിച്ച്
ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ഷെയ്ഡർ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് എന്തായാലും അത് എടുത്ത് കളയണം. പിന്നെ എമറാൾഡൊക്കെ മെയിനിയെ കിട്ടുകയെന്ന് വെച്ചാൽ ഭാഗ്യമാണ്, അങ്ങ് കിട്ടാനില്ല. എന്തായാലും ട്രേഡ് ചെയ്തൊക്കെ വാങ്ങണം. ഇതെന്തായാലും ഉടമ്പിക്ക് കൊണ്ട് 7 മുറിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. പറ്റൂല എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ബാക്കി പണി ചെയ്യാം. ഗൈസ്, ഞാനിവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ ചെസ്റ്റും പിന്നെ ഒരു ക്രാഫ്റ്റ് ടേബിളും ഫർണസും ഒരു ബെഡും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിസോഴ്സ് ഗാദറിങ് പോകണം. വീട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട്, അവിടെയല്ല താഴോട്ട് ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അയണും കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് വെച്ചാൽ എത്ര ഉണ്ടാകുക? ഓക്കെ, കുറേ അയണുണ്ട്. പക്ഷേ ഈ ഷെയ്ഡർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടെക്സ്ചർ ഇതില്ല. നമുക്ക് തന്നെ മാറ്റാം. വേറെ കിട്ടണോ അല്ലെങ്കിൽ സാധാ വേണോ എന്നൊരു നമുക്ക് നോക്കാം. ഗൈസ്, ഞാനൊരു സ്പൂസും തപ്പി വന്നതാ. വെറുതെ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ സ്പൂസ് കണ്ട് ഇങ്ങോട്ട് വന്നത് നോക്കുന്നുണ്ട്. മറ്റേ പുതിയ വന്ന ബയോം, ഇതാണ് പുതിയ വന്ന ബയോമും. ഇതിൻ്റെ അകത്തൊരു മോബും ഉണ്ട്. അത്ര ഡേഞ്ചറസ് മോബൊന്നും അല്ലെങ്കിലും ഓക്കെ. ഇതിൻ്റെ അകത്ത് മോബൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, ഇപ്പം ഉണ്ടാവുമോ എന്നൂടെ. ഉണ്ടാവുമോ? എന്തായാലും അധികം പുറമേക്കൊന്നും വരില്ല, അതിൻ്റെ ഉള്ളിൽ മാത്രമേ നോക്കൂ. ഓക്കെ, സിനിമാരും മുറിക്കാം. ഇത് ഇത് മറ്റേ സാധനം, അതിൻ്റെ ഹാർട്ടോ അങ്ങനെ പറയാനെങ്കിൽ സാധനം തോന്നുന്നു. ഓക്കെ, ഇത് മുറിച്ചിരുന്നായിട്ട് അതാണ്. ബ്ലോക്ക് ഉണ്ട്, എന്തോ ബ്ലോക്ക് എന്നൊക്കെ സാധനം തോന്നുന്നു. ഈ വുഡ് കുറച്ച് ആവശ്യം വരും ചിലപ്പം മറ്റേ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകാശം ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ആകാശത്തിൻ്റെ കളർ മാറും. ഓക്കെ, നമുക്ക് എന്തായാലും മരം മുറിച്ചിട്ട് സ്പ്രൂസും മരവും കുറച്ച് സാപ്ലിങ്ങും എടുത്തിട്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിതാ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ കുറേ റിസോഴ്സസ്, കുറേ എന്നല്ല കുറച്ച് റിസോഴ്സസ് ഗാദർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റോണേ കിട്ടിയുള്ളൂ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ചെറിയൊരു വലിയ വീട് ഉണ്ടാക്കണം. ഏകദേശം ഒരു ചെറിയ വലിയൊരു വീട്. ഓക്കെ, നമുക്ക് എന്തായാലും വീടിൻ്റെ പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് ഗൈസ് വീട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഫ്ലാറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഞാനൊരു തറ കെട്ടി ആൻഡ് ഒരു പ്ലാങ്ക് വെച്ചൊരു പില്ലർ സെറ്റ്. ഇനി ഞാനൊരു ഫ്ലോർ സെറ്റ് ചെയ്തു ആൻഡ് ഇങ്ങനെ കോബിൾ സ്റ്റോൺ ബ്രിക്ക് കൊണ്ട് ചെയ്തു. ഇനി ചെറിയൊരു ജനവാതിലും കൂടി സെറ്റ് ചെയ്തു, ഒരു റൂഫും കൂടി സെറ്റ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ വീട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനൽ ലുക്ക് എന്താണെന്ന് നമുക്ക് ഇപ്പം തന്നെ അറിയാം. അതിൻ്റെ വാളും അതിൻ്റെ കുറച്ച് ടൂളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. നമുക്ക് കിട്ടിയ വെച്ചും പിന്നെയും കുറച്ചുകൂടി കിട്ടിയിരുന്നു. വെറുതെ മൈൻഡ് ചെയ്ത് നേരം കിട്ടുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വീട് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ഗൈസ്. ഓക്കെ, പൊട്ടാൻ. ഓക്കെ, നമുക്ക് എന്തായാലും കാണിച്ചു തരാം വീട് ഗൈസ്. ഇതാണ് നമ്മളെ വീട്. ചെറിയൊരു പാത്തൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഒരു കിള്ളം വീടൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഒരു രസമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ ഒരു കിച്ചൺ ഒക്കെ ഒരു മറ്റേ പോപ്പോയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മെയിൻ സാധനങ്ങളൊക്കെ വെക്കാം, പിക്കാക്സ് ഒക്കെ. ഓക്കെ, പിന്നെ ഒരു കാഷ്നപ്പ് വെച്ച് പിന്നെ മുകളിലോട്ടൊരു ഫ്ലോർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ജസ്റ്റിൻ്റെ കൂമ്പാരം തന്നെയാണ് ഗൈസ്.
ഇവിടെയാണ് സ്റ്റോറേജ് ഏരിയ. ഇവിടെ സ്റ്റോൺ കട്ടറൊക്കെ ഉണ്ട്. സ്റ്റോൺ കട്ടർ താഴെ കൊണ്ടാക്കല്ലേ. ഓക്കെ സ്റ്റോൺ കട്ടർ നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, മുകളിൽ സ്റ്റോറേജ് ഏരിയ കൂടുതലായിട്ട് നമുക്ക് മൊത്തം ഒന്ന് സ്ലോട്ട് ചെയ്ത് വെക്കണം. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് സ്നാഷിൻ്റെ ഉള്ളിൽ കഴിപ്പിക്കാം. ഓക്കെ, അല്ലേ ഇവിടെ വെക്കാം. എവിടെ വെക്കും? ഇവിടെ വെക്കണം. അവിടെ ഒക്കെ. ഓക്കെ, പിന്നെ നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, ഇത്രയും സ്ലോട്ട് വരുന്നുണ്ട്. ഇനിയൊന്ന് വെക്കണം. നമുക്ക് വുഡൊക്കെ കിട്ടിയിട്ട് മൊത്തം വെക്കാം. ഇതിൻ്റെ അകത്ത് സ്റ്റോണ് അങ്ങനെ വെക്കൂ. ഇനി ഇതാണ് വീട്. ഓക്കെ ഗൈസ്, ഇനി താഴോട്ട് വെച്ച് ഔട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, സെറ്റ് വായിലടയ്ക്കാം. ഓക്കെ ഇതാണ് നമ്മൾ ഈ ലെറ്റ്സ് പ്ലാൻ്റെ വീട്. സ്റ്റാർട്ടർ ബേസ് അല്ല, മെയിൻ ബേസ് അല്ല, മെഗാ ബേസ് ഒന്നുമല്ല. ഒരു സാധാ ബേസാണ്. ഞാൻ ഇപ്പം പറയാൻ ലൈക്ക് ചെയ്യാത്ത അടുത്ത വീഡിയോ കാണാം.